നമസ്കാരം, ഞാൻ സുജാത പോയിട്ട്. നമുക്കിടയിൽ ഇപ്പോൾ ക്രൈമുകളെല്ലാം കൂടി വരികയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ മുതൽ വയസ്സായവർക്ക് ഇടയിൽ വരെ. എന്തുകൊണ്ടായിരിക്കാം അതിനുള്ള കാരണം? മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ടാകാം, വീട്ടിലെയും ജോലിസ്ഥലത്തെയും പ്രഷർ ഉണ്ടായിരിക്കാം, സുഹൃത്തുക്കളിൽ നിന്നുള്ള പീഡനമുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ചെറിയ രാസഘടനയിലുള്ള വ്യത്യാസം പോലും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ലോകത്തിലെ ആദ്യ സീരിയൽ കില്ലറായ ഒരു 8 വയസ്സുകാരൻ്റെ കഥയാണെന്ന് കഥപ്പുരയിലൂടെ അവതരിപ്പിക്കുന്നത്. 1998 ബീഹാറിലെ ബഹുസറായ് ജില്ലയിലെ ബഗൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുസഹരി ഗ്രാമത്തിലാണ് അമൃത് സാഹ എന്ന 8 വയസ്സുകാരൻ ജനിക്കുന്നത്. അവൻ്റെ ബാല്യമൊക്കെ അതിദരിദ്ര ചുറ്റുപാടിലായിരുന്നു കേട്ടോ. ലേബറായിരുന്നു അവൻ്റെ അച്ഛൻ ബ്രിജൻ ഭൂഷൺ, അമ്മ പ്രത്യഭായി. അവരുടെ മൂത്ത കുട്ടിയായിരുന്നു അവൻ. സ്കൂളിലൊന്നും പോയിട്ടില്ല. അന്നത്തെ ബീഹാറിൽ വളരെ ദരിദ്ര ചുറ്റുപാടിലായതുകൊണ്ട് സ്കൂളിൽ പോകാനുള്ള അവസരമൊന്നും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2007 മെയ് 28 ചൊവ്വാഴ്ച അമൃത് സാഹയുടെ നെയ്ബറായിരുന്നു ചമ്പാദേവി. അവരവരുടെ 9 മാസമായ പെൺകുഞ്ഞിനെ വീട്ടിലാരും നോക്കാനില്ലാത്തത് കൊണ്ട് അവർക്ക് വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പോകണമായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു പ്രൈമറി സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഉറക്കി കിടത്തുകയാണ്. ആ സമയം നമ്മുടെ അമൃത് സാഹ പുറത്ത് ഒരു മരത്തിലിങ്ങനെ കയ്യിലുള്ള ഒരു കീറ കളിപ്പാട്ടം വെച്ചിട്ടിങ്ങനെ കയ്യിലിങ്ങനെ വെച്ച് ഊഞ്ഞാലാടി ചാഞ്ചാടി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചമ്പാദേവി സാധനങ്ങളൊക്കെ വാങ്ങി ചന്തയിൽ നിന്ന് വന്ന സമയത്ത് സ്വന്തം കുഞ്ഞിനെ അന്വേഷിച്ച് സ്കൂളിലെത്തുകയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ സ്കൂളിൽ എവിടെയും തന്നെ സ്വന്തം കുഞ്ഞിനെ കാണാനില്ല. ചമ്പാദേവിക്ക് ഭയങ്കര പരിഭ്രമമായി. എവിടെ പോയി എൻ്റെ കുഞ്ഞ്? ചമ്പാദേവിയുടെ നിലവിളി കേട്ടിട്ട് പ്രൈമറി സ്കൂളിലെ അധ്യാപകരും പിന്നെ അടുത്തുള്ള വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അമൃത സാഹയോടും ചോദിച്ചു, സാഹ, നീ എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചോദ്യം കേട്ട സാഹ ആദ്യമൊന്നും മിണ്ടിയില്ല. പൊതുവെ മിണ്ടാൻ ഇത്തിരി മടിയുള്ള കുട്ടിയാണ് സാഹ. പക്ഷെ അവനൊന്ന് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു, ഒരു വല്ലാത്തൊരു ചിരി. അതോടൊപ്പം തന്നെ അവൻ്റെ കണ്ണുകൾ വല്ലാതൊന്ന് പ്രകാശിച്ചു. അത് കണ്ട ചമ്പാദേവി ഭയന്നുപോയി. ചമ്പാദേവി ചോദിച്ചു, സാഹ, നീ എന്താണ് എൻ്റെ കുഞ്ഞിന് ചെയ്തത്? നീ എന്തെങ്കിലും ചെയ്തുവോ? സാഹ ഒരു നിമിഷം ചമ്പാദേവിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ഇത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണമായൊരു കാര്യം ചെയ്തതുപോലെയായിരുന്നു അവനത് പറഞ്ഞത്. നാട്ടുകാരെല്ലാവരും കൂടി സാഹയെ അടുത്ത് കണ്ടൊരു മരത്തിൽ കെട്ടിയിട്ടു. സാഹയുടെ ഒരു ബന്ധുവിന് സാഹയെക്കുറിച്ചൊരു സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ കുടുംബത്തിൽ നേരത്തെ 2 കുട്ടികൾ മിസ്സിംഗ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, ഇത് നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. പിറ്റേന്ന് ചമ്പാദേവി വിളിച്ചു പറഞ്ഞത് പ്രകാരം ഭഗവാൻപൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി. ശത്രുധൻ കുമാർ എന്ന ഇൻസ്പെക്ടറോട് അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ബന്ധുവിന് നേരത്തെ ഉണ്ടായ സംശയങ്ങളും ഊന്നി പറഞ്ഞു. അങ്ങനെ അവർ അമൃത് സാഹയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവനെ പിടിച്ചൊരു കസേരയിലിരുത്തി ചോദിക്കാൻ തുടങ്ങി, എന്താ നിൻ്റെ പേര്? അവൻ പറഞ്ഞു, ഞാൻ അമൃത് സാഹ. ഇൻസ്പെക്ടർ വീണ്ടും ചോദിച്ചു, നീയാണോ ആ കുഞ്ഞിനെ കൊന്നത്? അവൻ ആദ്യമൊന്നും മിണ്ടിയില്ല. ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും പറഞ്ഞില്ല. വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. തലേ ദിവസം കുഞ്ഞിൻ്റെ അമ്മ ചോദിച്ചപ്പോൾ ചിരിച്ച അതേ ചിരി, ഒരു വല്ലാത്ത ചിരി. അവനൊന്നും ഉത്തരമേ പറയുന്നില്ല. ആ ചിരി മാത്രമാണ് അവൻ്റെ മുഖത്തുള്ളത്. എന്നിട്ട് അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ബിസ്ക്കറ്റ് വേണം. പോലീസുകാർ ബിസ്ക്കറ്റും വെള്ളമൊക്കെ അവൻ എത്തിച്ചു കൊടുത്തു. അവർ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത്. അവൻ അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി. ഗ്രാമത്തിൽ ചെന്നപ്പോൾ സാഹയുടെ ബന്ധു പോലീസിനോട് കൊടുത്ത സൂചന വെച്ച് പോലീസുകാർ വീണ്ടും ചോദിച്ചു, നീ ഇതിനു മുൻപ് വേറെ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അപ്പോഴും അവൻ പുഞ്ചിരിച്ചു. എന്നിട്ട് അവൻ കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. എന്നിട്ട് പറയാൻ തുടങ്ങി, അവൻ്റെ അമ്മയുടെ ബന്ധു ഒരു ദിവസം വീട്ടിൽ അവരുടെ 6 മാസം പ്രായമുള്ള കുഞ്ഞുമായിട്ട് എത്തി. ആ കുഞ്ഞിനെ അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നഗരത്തിലൊരു ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. കുഞ്ഞിനെ ഇപ്പോൾ കൂടെ കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണമെന്ന് സാഹയുടെ അമ്മയോട് പറഞ്ഞു. സാഹയുടെ അമ്മ ആദ്യമൊന്നും കൂട്ടാക്കിയില്ല. കാരണം അത്രയും ദരിദ്രമായ ചുറ്റുപാടാണല്ലോ അവിടെ. ഒടുക്കം അവർ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ സാഹയുടെ അമ്മ
കേട്ടു, ശരി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസമായ കൈക്കുഞ്ഞിനെ അമൃത് സാഹയുടെ അമ്മ ഏൽപ്പിച്ച് അവർ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാഹയുടെ അമ്മയ്ക്ക് പുറത്ത് ചന്തയിലേക്ക് പോകേണ്ട ഒരാവശ്യം വന്നു. അവർ കുഞ്ഞിനെയൊക്കെ ഉറക്കി കിടത്തി. എന്നിട്ട് സാഹയോട് പറഞ്ഞു, സാഹ, ഇത് നിൻ്റെ സ്വന്തം അനുജത്തിയാണ് കേട്ടോ, ഉണർന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കണം, കുഞ്ഞിനെ നീ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് അമ്മ സഞ്ചിയുമെടുത്ത് പുറത്തേക്ക് ചന്തയിലേക്ക് പോയി. സാഹ ഒന്നും പറഞ്ഞില്ല. അമ്മ പോയ ഉടൻ തന്നെ അവൻ കുഞ്ഞിനെ ഒന്ന് നോക്കി. വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു പ്രത്യേക ചിന്ത അവന് വരികയാണ്. അപ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ ചെവി ഒന്ന് പതുക്കെ നുള്ളി. ചെവി നുള്ളി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ ചെവി നുള്ളി എന്താ ഉണ്ടാവുക? കുട്ടി ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ ദേഷ്യം വന്ന് അവൻ ഒരു നുള്ളും കൂടി വെച്ചു കൊടുത്തു. കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ അവന് അസഹ്യമായി തുടങ്ങി. ഒരു വല്ലാത്ത ദേഷ്യം അവന് വന്നപ്പോൾ അവൻ്റെ 2 കൈകൾ കൊണ്ടും കുഞ്ഞിൻ്റെ കഴുത്ത് അമർത്തി പിടിച്ചു. 2 തള്ളവിരൽ കൊണ്ട് കഴുത്തിൻ്റെ നടുഭാഗത്ത് അമർത്തി പിടിച്ചു. കുഞ്ഞിൻ്റെ കരച്ചിൽ പതുക്കെ നിന്നു. കുഞ്ഞിനെ തോളത്തെടുത്തിട്ടിട്ട് അവൻ നേരെ പാടിയിലേക്ക് പോയി, അതായത് പാടത്തേക്ക് പോയി. എന്നിട്ട് ആ പാടത്ത് അവൻ ഒരു കുഞ്ഞു കുഴി തോണ്ടുകയാണ്. കുഴി ഇങ്ങനെ തോണ്ടിയിട്ട് ഈ കുഞ്ഞിനെ ആ കുഴിയിലിട്ട് മൂട്ടി. അതിൻ്റെ മുകളിലായിട്ട് അവൻ കുറേ പച്ചിലയും ഉണക്കലയും ഒക്കെ ഇട്ട് മൂടിയിട്ട് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് തിരിച്ചെത്തി. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ അമ്മ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ കൂളായിട്ട് പറഞ്ഞു, ഞാൻ അവനെ കൊന്നു. അമ്മയ്ക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അപ്പോൾ അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ. എന്നിട്ട് അവൻ അമ്മയെ കൂട്ടിയിട്ട് പാടത്തേക്ക് പോയിട്ട് കുഴിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ബോധ്യമായി, എന്തായാലും മകൻ കുഞ്ഞിനെ കൊന്നു എന്ന് മനസ്സിലായി. രാത്രി അവൻ്റെ അച്ഛൻ വന്നു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് രാത്രി അവനെ കെട്ടിയിട്ട് പുലർച്ചെ വരെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. മുഴുവൻ അടിച്ചു. അന്ന് രാത്രി മുഴുവൻ അവൻ നിലവിളിച്ചു. വാസ്തവത്തിൽ അവൻ എന്തിനാണ് അടി കിട്ടുന്നതെന്നോ എന്താണ് അവൻ ചെയ്തതെന്നോ അവന് അറിയുന്നു പോലും ഉണ്ടാവാത്ത പ്രായം. വെറും 6 വയസ്സായൊരു കുഞ്ഞ്. അപ്പോൾ അവൻ അടി കിട്ടി അവൻ കുറേ നിലവിളിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വളരെ ദരിദ്രമായൊരു ചുറ്റുപാടായതുകൊണ്ട് തന്നെ മക്കളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞു കൊടുക്കാനോ ഉള്ള ഒരു കഴിവൊന്നും ആ പിതാവിനുണ്ടായിരുന്നില്ല. എന്തായാലും കുഞ്ഞിൻ്റെ മരണം ആ വീട്ടുകാർ മൂടി വെച്ചു. അവർ പോലീസിൽ അറിയിക്കാനോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ അറിയിക്കാനോ അവർ കൂട്ടാക്കിയില്ല. അവരുടെ ആ 4 ചുമരിനുള്ളിൽ അത് ഒതുക്കി. 1 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ തേടി കുഞ്ഞിൻ്റെ അമ്മ വന്നു. കുഞ്ഞിൻ്റെ അമ്മയോട് അവർ മകൻ കൊന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഒരു കയ്യബദ്ധം പറ്റിയെന്നും കുഞ്ഞ് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കുഞ്ഞിൻ്റെ അമ്മ ഒരുപാട് നിലവിളിച്ചു. പക്ഷേ മരിച്ചു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിരുന്നു. എന്താണ് നടന്നത് എന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും അമ്മ വെറും കൈയോടെ തിരിച്ചു പോയി. ഏതാണ്ട് അതേ സമയം തന്നെ ഗർഭിണിയായ സാഹയുടെ അമ്മ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകി, ഒരു പെൺകുഞ്ഞിന്. ആ പെൺകുഞ്ഞിന് അവർ കസ്തൂർബ എന്ന് പേരിട്ടു. എന്തുകൊണ്ടോ കസ്തൂർബയെ സാഹയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. കുഞ്ഞിനെ അവൻ കാണുമ്പോഴെല്ലാം തുറിച്ചു നോക്കും. കുഞ്ഞിന് ഏതാണ്ടൊരു 8 മാസം പ്രായമായപ്പോൾ ഒരു ദിവസം സാഹയുടെ അച്ഛനും അമ്മയും കൂടി ഉച്ചനേരത്തെ വിശ്രമിക്കുകയായിരുന്നു. സാഹയോട് പറഞ്ഞു, സാഹ, നീ കുഞ്ഞിനെ നന്നായി നോക്കണേ, അവൾ ഉറങ്ങിക്കിടക്കുകയാണ്. സാഹ സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുണർന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ സാഹ ഇരിക്കുന്നുണ്ട്. ഉണർന്ന കുഞ്ഞ് സാഹയെ നോക്കി മധുരമായിട്ട് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. കണ്ട പരിചയമുണ്ട്. ഒരു 8 മാസമായൊരു കുഞ്ഞല്ലേ. സാഹയെ കണ്ടപ്പോൾ നല്ല പരിചയം തോന്നിയപ്പോൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ സാഹ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് നേരത്തെ ആ കുഞ്ഞിനോട് ചെയ്ത അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ കഴുത്തിലും വളരെ പതുക്കെ, ഒരു കാരണവുമില്ലാതെ വളരെ പതുക്കെ ഒന്ന് അമർത്തി. അങ്ങനെ അമർത്തിയപ്പോൾ കുഞ്ഞൊന്ന് പെടഞ്ഞു. ഒരു പെടച്ചിൽ. അതിലെല്ലാം അവസാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാഹ ഒന്നും അറിയാത്ത പോലെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിഞ്ഞവൻ്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം എടുത്ത് പുറത്തു പോയി കളിക്കാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാഹയുടെ അമ്മ ഉണർന്നു. കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. 8 മാസം പ്രായമായ കുഞ്ഞല്ലേ. കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് പാല് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നില്ല. സാഹയുടെ അമ്മ കരുതി നന്നായിട്ട് ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി.
അവിടെ കുഞ്ഞിനെ കിടത്തി വീണ്ടും കുറച്ച് കഴിഞ്ഞും കൂടെ വീണ്ടും വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നില്ല. സാഹയുടെ അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞിനെന്തോ സംഭവിച്ചു എന്ന്. കരച്ചിലായി ബഹളമായി. അവസാനം സാഹയോട് ചോദിച്ചു, നീ എന്താണ് കുഞ്ഞിന് ചെയ്തത്? ഉറക്ക അലറിക്കൊണ്ട് അമ്മ ചോദിച്ചപ്പോൾ സാഹ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. വളരെ നിർവികാരമായിട്ട് യാതൊരു വിഷമമോ അല്ലെങ്കിൽ കുറ്റബോധമോ ഇല്ലാതെ അവൻ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന്. അന്നു രാത്രിയും അവൻ്റെ അച്ഛൻ അവനെ ഒരുപാട് തല്ലി. എന്തിനാണ് ഈ തല്ല് കിട്ടുന്നതെന്ന് അറിയാതെ തല്ല് മുഴുവൻ അവൻ കൊണ്ടു. ഈ കസ്തൂർബയുടെ മരണവും അവർ ആരോടും പറയാതെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി. അയൽവാസികൾ ചോദിച്ചു പിറ്റേന്ന്, കസ്തൂർബ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കസ്തൂർബ എന്തൊക്കെയോ ഒരു നുണയൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെയും സംശയങ്ങൾ ചോദിച്ചവരോട് അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ്, നിങ്ങൾ അറിയേണ്ടതില്ല. ആ വിവരവും അവർ പോലീസിനെ അറിയിച്ചില്ല. ആ 4 ചുമരുകൾക്കുള്ളിൽ തന്നെ ആ മരണവും ഒതുങ്ങി. പോലീസിനെ അറിയിച്ച തക്കതായ ശിക്ഷ കൊടുക്കാനോ അവനെ നേർവഴിക്ക് നടത്താനോ ആ അച്ഛനും അമ്മയും തയ്യാറായില്ല. മകൻ്റെ ഭാവി തകരുമെന്ന ഭയമായിരുന്നു ആ അച്ഛന്. പകരം ആ അച്ഛൻ സ്വയം മകനെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അതിനും 1 വർഷം കഴിഞ്ഞിട്ടാണ് ചമ്പാദേവിയുടെ കുഞ്ഞിൻ്റെ മരണം നടക്കുന്നത്. അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കുഴിച്ചിടുന്നതിന് മുമ്പ് ഇഷ്ടിക കൊണ്ട് തലച്ചോറ് കുത്തി പിളർത്ത് അത് കണ്ട് ആനന്ദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ശത്രുധരൻ കുമാർ എന്ന പോലീസ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി. വെറും 8 വയസ്സ് പോലും ആവാത്ത ഈ പൊടിക്കുഞ്ഞിൻ്റെ കൈകൾ കൊണ്ടാണ് ആ 3 കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായിരിക്കാം ഈ കൊലപാതകങ്ങൾക്കുള്ള പ്രചോദനം? അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവരെ കൊന്നത്? അപ്പോഴും അവൻ വന്യമായി ചിരിച്ചു. അത് കേട്ട അവൻ്റെ കണ്ണുകളിലൊരു വല്ലാത്ത പ്രകാശം. അവൻ വീണ്ടും വന്യമായി ചിരിച്ചു. പിറ്റേന്ന് 2007 ജൂൺ 1 വെള്ളിയാഴ്ച അന്നിറങ്ങിയ ദേശീയ അന്തർദേശീയ പത്രങ്ങളിൽ, ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഈ വാർത്ത വന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ അമൃത് സാഹ 3 കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്നിരിക്കുന്നു. അന്നുവരെ കേട്ടുകേൾവി പോലുമില്ലാതിരുന്ന ഇത്തരമൊരു വാർത്ത ലോകശ്രദ്ധ നേടി. ലോകമെമ്പാടുമുള്ള സൈക്കോളജിസ്റ്റുകൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പഠനവിധേയമാക്കി. അവൻ്റെ തലച്ചോറിൽ മിറർ ന്യൂറോൺസിൻ്റെ അഭാവമാണ് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത്. അതിനാൽ തന്നെ അവന് ആരോടും സ്നേഹമോ സഹാനുഭൂതിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. മനുഷ്യരിൽ ആത്മനിയന്ത്രണം സാധ്യമാകുന്ന പ്രിഫ്രൻ്റൽ കോർട്ടക്സിൻ്റെ അഭാവവും അവൻ്റെ തലച്ചോറിൽ കണ്ടെത്തി. ഇതിൻ്റെ എല്ലാം അനന്തരഫലം എന്തായിരുന്നെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാനോ മറ്റുള്ളവരുടെ കരുണയോ സ്നേഹമോ സഹാനുഭൂതിയോ തോന്നാനോ ഉള്ള ഒരു ചോദന അവനിലുണ്ടായിരുന്നില്ല. മാത്രമല്ല, മറ്റുള്ളവരിലെ മുറിവോ അല്ലെങ്കിൽ ചതവോ എന്തു തന്നെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആഹ്ലാദിക്കുന്നൊരു മനസ്സായിരുന്നു അവൻ്റേത്. ഒരു തരം സാഡിസം തന്നെ. മറ്റൊന്ന്, തൻ്റെ വികാരങ്ങളെ, അതായത് ദേഷ്യമായാലും കോപമായാലും ഇനി വളരുമ്പോൾ തൻ്റെ ലൈംഗിക ചോദനയായാലും അത് നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് അവനിൽ ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആത്മനിയന്ത്രണം ഒട്ടുമില്ലാത്തൊരു കുട്ടിയായിരുന്നു അവൻ. ശരിയും തെറ്റുമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടി. ഓർക്കുക, നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചെറിയ കെമിക്കൽ വ്യത്യാസം പോലും നമ്മളെ എത്ര മാരകമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നല്ലേ. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ. സ്ത്രീക്കോ പുരുഷനോ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇത്തരം അഭാവങ്ങളുള്ളവർ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ടായിരിക്കാം. നമുക്കറിയില്ലല്ലോ. നമുക്കറിയാം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികളെ അറസ്റ്റ്, അതായത് 18 വയസ്സ് വരെ പ്രിസണിൽ അടയ്ക്കാനുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇവന് പ്രത്യേകം കുട്ടികളുടെ ഷെൽട്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള അവസരമൊന്നും അവന് കൊടുക്കാതെ പ്രത്യേകം സെല്ലിൽ അവനെ അടച്ചിടുകയാണ് ചെയ്തത്. എന്തായാലും 2016 അവന് 18 വയസ്സായപ്പോൾ അവനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള വേറെ ബോട്ട്സോ ഒന്നും നമുക്ക് ലഭ്യമല്ല. ഏകദേശം അവനൊരു 27 വയസ്സോളം ഇപ്പോൾ പ്രായമുണ്ടായിരിക്കണം. എന്തായാലും ഷെൽട്ടർ ഹോമിൽ താമസിച്ച കാലഘട്ടത്തിൽ അവന് ലഭിച്ച കൗൺസിലിങ്ങിലൂടെ, നല്ല പരിചരണത്തിലൂടെ നല്ലൊരു പൗരനായിട്ട് അവൻ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ചെറിയൊരു കുറ്റം ചെയ്യുമ്പോൾ മൂടി വയ്ക്കാതിരിക്കുക. അതിന് തക്കതായ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതിനുള്ള
ചികിത്സ ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. നമ്മുടെ സ്വന്തം കുട്ടികൾ നമ്മൾ എന്തെങ്കിലും ക്രൈം ചെയ്യുമ്പോൾ അവരത് വലുതാവുമ്പോൾ ശരിയായിക്കോളും, അങ്ങനെ ഒരു തെറ്റായ ധാരണ വെച്ച് പുലർത്താതെ നമ്മുടെ മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായ സംവിധാനം ഇന്ന് ഇന്ത്യയിലുണ്ട്. നമുക്കത് ലഭ്യമാണ്. നമ്മുടെ കുട്ടികളെ കൃത്യമായി ചികിത്സിപ്പിക്കുക, അതാണ് നമുക്ക് സമൂഹത്തിനോട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കടമ എന്ന് പറയുന്നത്.